നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ സെന്റ് മേരീസ് ഇടവക ദശവത്സരാഘോഷ പരിപാടികൾ ഒക്ടോബർ 17-18 തീയതികളിൽ. റവറന്റ് ഫാദർ ഡേവിസ് ചിറമേൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ വെള്ളി മുതൽ. സേവന സംഘടന സിംസിമ ക്ലബിന്റെ 10ാം വാർഷികം ആഘോഷിച്ചു. മാർത്തോമ സൗത്ത് ഈസ്റ്റ് റീജിയണൽ സേവിക സംഘം റീജിയണൽ മീറ്റിംഗും ടാലന്റ് ഫെസ്റ്റും അവിസ്മരണീയമായി. ഫോമയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 18-ന് പിറവത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കാസ് ഫോമ ഒരുക്കുന്ന ജീവകാരുണ്യ ചികിത്സാ സഹായ പദ്ധതി ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം ജില്ലയിലെ പിറവം കൊച്ചുപള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. പിറവം നഗരസഭാ പരിധിയിൽ വരുന്ന ഏകദേശം 450ഓളം ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗം, കിടപ്പ് രോഗികൾ എന്നിവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണവും ഫോമയുടെ നേതൃത്വത്തിൽ 2025 ജൂലൈ മാസം അമൃത ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ സഹകരിച്ച വെൽകെയർ നഴ്സിംഗ് കോളേജിലെ 15ഓളം വിദ്യാർത്ഥികൾക്ക് മികച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള അവാർഡുകളും കൂടാതെ മെഡിക്കൽ ക്യാമ്പിൽ സഹകരിച്ച പിറവം നഗരസഭയിലെ ആശാ വർക്കേഴ്സിനെയും ഫോമ ഇതേ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. തദവസരത്തിൽ 2025 ഏറ്റവും മികച്ച കർഷകനായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത മോനു വർഗീസ് മാമനെയും മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകൻ ബേബി കാളിയംപറമ്പലിനെയും ആദരിക്കുന്നതാണ്. കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പത്മശ്രീ ജോസ് ചാക്കോ പെരിയപ്പുറം മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് എന്നിവയുടെ വിതരണം KM മാണി ബഡ്ജറ്റ് റിസർച്ച് സെന്റർ ചെയർപേഴ്സൺ നിഷ ജോസ് കെ മാണി നിർവഹിക്കും. തദവസരത്തിൽ മുൻ MLA-മാരായ ശ്രീ VJ പൗലോസ്, MJ ജേക്കബ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, നഗരസഭാ വൈസ് ചെയർമാൻ KP സലിം, കേരള ഹൈക്കോടതി മീഡിയേറ്റർ അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ, സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സമിതി അംഗം അഡ്വക്കേറ്റ് KN സുഗതൻ, റോട്ടറി ഇന്റർനാഷണൽ ഗിഫ്റ്റ് ഓഫ് ദി ലൈഫ് കോർഡിനേറ്റർ ഡോക്ടർ AC പീറ്റർ തുടങ്ങിയവർ ആശംസകൾ നേരും. പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഫോമയുടെ സുഹൃത്തും പിറവം മുൻ നഗരസഭാ ചെയർമാനുമായ സാബു K ജേക്കബാണ്. 2026 ജനുവരിയിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഫോമയുടെ കേരള കൺവെൻഷന് മുന്നോടിയായി നടത്തപ്പെടുന്ന ഈ ജീവകാരുണ്യ ചടങ്ങിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതായി ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അറിയിച്ചു. ഫോമ നടത്തിവരുന്ന നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫോമ അംഗസംഘടനകളും പൊതുസമൂഹവും നൽകി വരുന്ന സഹായ സഹകരണങ്ങൾക്ക് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കരോടി, വൈസ് പ്രസിഡന്റ് ഷാലോ പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ നന്ദിയും കടപ്പാടും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്ക മദ്രാസിന് സൗത്ത് ഈസ്റ്റ് റീജിയണൽ സേവിക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം 11-ാം തീയതി ശനിയാഴ്ച സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ഡെലിവർ വാലിയിൽ വെച്ച് നടത്തപ്പെട്ട റീജിയണൽ മീറ്റിംഗും ടാലന്റ് ഫെസ്റ്റും അവിസ്മരണീയമായി. റവറൻ ഷെറിൻ ടോം മാത്യൂസിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട സമ്മേളനത്തിൽ ന്യൂയോർക്ക് ലോങ് ഐലൻഡ് മാർത്തോമ ഇടവക വികാരി റവറൻ ജോസി ജോസഫ് മുഖ്യ സന്ദേശം നൽകി. റവറൻ അരുൺ സാമുവൽ വർഗീസ് പ്രാരംഭ പ്രാർത്ഥനയും റവറൻ ഫിലിപ്പോസ് ജോൺ സ്വാഗതവും ആശംസിച്ചു. തുടർന്ന് നടന്ന കലാമത്സരങ്ങളിൽ ഗ്രൂപ്പ് സോങ് മത്സരത്തിൽ റിഡീമർ മാർത്തോമ ചർച്ച് 1-ാം സ്ഥാനവും ബാൾട്ടിമോർ മാർത്തോമ ചർച്ച് 2-ാം സ്ഥാനവും സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ഡെലിവർ വാലി 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ബൈബിൾ ക്വിസ് മത്സരത്തിൽ 1-ാം സ്ഥാനം റിഡീമർ മാർത്തോമ പള്ളിയും 2-ാം സ്ഥാനം സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ പള്ളിയും 3-ാം സ്ഥാനം ഫിലാഡൽഫിയ മാർത്തോമ പള്ളിയും നേടി. ബൈബിൾ റീഡിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം 18 വയസ്സ് മുതൽ 49 വയസ്സ് പ്രായമുള്ളവർക്കും 50 വയസ്സിന് മുകളിൽ പ്രായമായവർക്കും വേണ്ടി നടത്തപ്പെടുകയുണ്ടായി. റവറൻ ജോസി ജോസഫ്, സിൻസി മാത്യൂസ്, ജിതിൻ കോശി, എസ്തർ ഫിലിപ്പ് എന്നിവർ മത്സര വിധികർത്താക്കളായി പ്രവർത്തിച്ചു. റീജിയണൽ സെക്രട്ടറിയും ഭദ്രാസന സേവികാ സംഘം സെക്രട്ടറിയുമായ നോബി ബൈജു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. ഏകദേശം 200ഓളം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം റവറൻ ടിറ്റി യോഹനാന്റെ പ്രാർത്ഥനയോടും റവറൻ ജോസി ജോസഫിന്റെ ആശീർവാദത്തോടും കൂടി സമാപിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali.
ഒരു സംഘടനയുടെയും ലേബലിൽ പെടാതെ നിശബ്ദമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫ്രണ്ട്സ് ഓഫ് ന്യൂയോർക്ക് സിംസിമ ക്ലബിന്റെ 10ാമത് വാർഷികം വിവിധ പരിപാടികളോടെ കുട്ടനാടൻ റെസ്റ്റോറന്റിൽ വെച്ച് നടത്തി. മീറ്റിംഗും പ്രസംഗങ്ങളും മറ്റ് പതിവ് പരിപാടികളും ഒഴിവാക്കി കലാപരിപാടികളും ഡിന്നറുമായിരുന്നു മുഖ്യ ഇനങ്ങൾ. ഓട്ടോമൊബൈൽ വ്യവസായി രാജേഷ് പുഷ്പരാജനാണ് ഇത്തരമൊരു വേദിക്ക് തുടക്കമിട്ടത്. കോർഡിനേറ്റർമാർ ഉണ്ടെന്നതല്ലാതെ സംഘടനയ്ക്ക് ഭാരവാഹികളില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു സംഘടന എന്നതിന് പകരം സൗഹൃദ കൂട്ടായ്മ എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലാഡൽഫിയ മേഖലയിൽ നിന്നുള്ള അംഗങ്ങൾ വർഷം തോറും പിക്നിക്കും ബാർബിക്യൂവും ഒക്കെ സംഘടിപ്പിക്കുകയും തങ്ങളിൽ നിന്ന് തന്നെ ചാരിറ്റിക്കായി തുക സമാഹരിക്കുകയും ചെയ്യുന്നു. നാട്ടിൽ വിവിധ ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്കാണ് ഈ തുക നൽകുന്നത്. സംഘടന അല്ലെങ്കിലും അമേരിക്കയിൽ പ്രധാന സംഘടനകളിലെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ക്ലബിൽ അംഗങ്ങളാണെന്നതാണ് പ്രത്യേകത. രാജേഷ് പുഷ്പരാജിന് പുറമെ ജോയൽ സ്കറിയ, ലാജി തോമസ്, വിബൻ മാത്യു, സോണി വടക്കേൽ എന്നിവരാണ് കോർഡിനേറ്റർമാർ. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. പ്രസിദ്ധ കൺവെൻഷൻ പ്രാസംഗകനും പ്രമുഖ വേദപണ്ഡിതനും ധ്യാനഗുരുവും ചിന്തകനും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ റവറൻ ഫാദർ ഡേവിസ് ചിറമേലിന്റെ ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 17, 18 വെള്ളി ശനി തീയതികളിൽ മാർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ച് ഇടവക്കയിൽ വെച്ച് നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനിൽ റവറൻ ഫാദർ ഡേവിസ് ചിറമേൽ തിരുവചന പ്രഘോഷണം നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ 9 വരെയും ശനിയാഴ്ച 6:30 മുതൽ 9 വരെയും നടത്തപ്പെടുന്ന കൺവെൻഷൻ യോഗങ്ങൾ ഗാനശുശ്രൂഷയോടുകൂടി ആരംഭിക്കും. കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹകരമായി തീർക്കുന്നതിന് ഏവരെയും സഭാവ്യത്യാസം കൂടാതെ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൺവെൻഷൻ യോഗങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് റവറൻ എബ്രഹാം വി സാംസൺ, ബിജോയ് സാബു, ജോ ഇട്ടി, ബിബിൻ ജോൺ, ദിബു ബെഞ്ചമിൻ, ജോബി ജോൺ എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത പങ്കെടുക്കുന്ന സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവക 10 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭക്തി നിർഭരമായ ആഘോഷവും ഇടവക പെരുന്നാളും ഒക്ടോബർ 17, 18 വെള്ളി ശനി തീയതികളിൽ നടത്തപ്പെടുന്നു. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ ഔദ്യോഗിക കൽപ്പന അനുസരിച്ച് 2015 ഒക്ടോബർ 20-നാണ് സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ രൂപം കൊള്ളുന്നത്. പ്രീസ്റ്റ് ഇൻചാർജായി നിയമിതനായ റവറൻ ഫാദർ ജോൺസൺ പുഞ്ചക്കോണം ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വെരി റവറൻ ഫാദർ ഫിലിപ്പ് ശങ്കരത്തിൽ കോറെപ്പിസ്കോപ്പയാണ് ഇപ്പോഴത്തെ ഇടവക വികാരി. 1 ദശവർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഇടവക വികാരി വെരി റവറൻ ഫാദർ ഫിലിപ്പ് ശങ്കരത്തിൽ കോറെപ്പിസ്കോപ്പ, സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജയ് കുര്യൻ, ട്രഷറർ ഡോക്ടർ മിനി മാത്യു, കമ്മിറ്റി അംഗങ്ങൾ മറിയാമ്മ കോശി, ഡോക്ടർ ബിജു തോമസ്, അനിൽ ജോൺ, ശാന്തി തോമസ് എന്നിവരോടൊപ്പം ഇടവകാംഗങ്ങൾക്കും അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. ഫ്ലോറിഡയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഏക ഓർത്തഡോക്സ് ഇടവകയായ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന് സ്വതന്ത്രമായി കെട്ടിടവും സ്ഥലവും വാങ്ങുവാൻ ഇടവകാംഗങ്ങളുടെ കഠിന പരിശ്രമ ഫലമായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സാധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെ കൂട്ടായ്മയുടെയും ആത്മീയ വളർച്ചയുടെയും ശക്തമായ സാക്ഷ്യമായി വളരുകയാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക. സൗത്ത് വെസ്റ്റ് ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയായിരിക്കും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ദേവാലയത്തിൽ സന്ധ്യാ നമസ്കാരത്തോടെ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വചനപ്രഘോഷണം, അവാർഡ് പ്രസന്റേഷൻ തുടങ്ങിയ പരിപാടികൾക്കു ശേഷം ഡിന്നറും ഉണ്ടായിരിക്കും. ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, സ്നേഹവിരുന്നോടുകൂടെ ചടങ്ങുകൾ സമാപിക്കും. ഇതോടെ പ്രവാസി ചാനൽ ഇമലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@imalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.